കോഴിക്കോട്ട് പാവങ്ങാട് കുളത്തിലിറങ്ങി അപകടത്തിൽപ്പെട്ട 2 കുട്ടികളെ മദ്രസ അധ്യാപകന്റെ തക്ക സമയത്തുള്ള ഇടപെടൽ കൊണ്ട് മാത്രമാണ് രക്ഷിക്കാനായത്. പള്ളിയിൽ വാങ്ക് കൊടുക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു ആ ഉസ്താദ്. അതിനിടയിൽ ജനലിലൂടെയാണ് ഈ കാഴ്ച കാണുന്നത്. പള്ളിക്കടുത്തുള്ള കുളത്തിൽ മുങ്ങിത്താഴുന്ന കുട്ടിയുടെ കൈകൾ ഒരു നിമിഷം പോലും ആലോചിക്കാതെ ഉസ്താദ് രക്ഷിക്കാനിറങ്ങി. അവിടെ നിന്ന് ഇങ്ങനെ പാളി നോക്കും, ഇതാണ് അവസ്ഥ. ഫുള്ള് താണുപോയിട്ടുണ്ട്. കൈ മാത്രം, രണ്ടാളെ കൈ മാത്രം ഇങ്ങനെ കളിക്കുകയാണ്. അത് എനിക്ക് ഓർമ്മ വന്നത് മുങ്ങി മരിച്ചു എന്നുള്ള ഒരു പത്രത്തിൽ കട്ടിങ് കാണാം, ഒരു 2 കൈ മാത്രം. അതാണ് എനിക്ക് ഓർമ്മ വന്നത്. പിന്നെ എനിക്ക് പെട്ടെന്ന് ടെൻഷനായെന്ന് പറഞ്ഞാൽ എൻ്റെ അയൽവാസി ഒരു കുട്ടി 1 മാസം മുമ്പ് വയനാട്ടിൽ നിന്ന് മരിച്ചിട്ടുണ്ട്. അതാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഈ കന്തൂർ അവിടെ ഊരിയിട്ട് നേരെ ഓടി വന്ന് ചാടി, ഒരു കുട്ടി അവിടെയായിരുന്നുള്ളത്, അവിടത്തേക്ക് പോയി. അവൻ്റെ മുടി പിടിക്കാൻ നോക്കും, മുടിയിട്ടില്ല. അപ്പോൾ കൈ കണ്ടപ്പോൾ കൈ ഇങ്ങനെ കാണിക്കാൻ അവന്. അപ്പോൾ എന്താ കൈ പിടിച്ച് നേരെ ഇവിടെ കയറ്റി ഇരുത്തിച്ച് വേഗം ചാടിപ്പോയി. അവൻ നടുവിലുള്ളത്. അപ്പോൾ അവനക്ക് കൈ കൊടുക്കാൻ പറ്റില്ല, കാരണം എന്നെ പിടിക്കുന്നതിൽ എനിക്കൊരു ഇതുണ്ട്. പക്ഷെ അങ്ങനെ അവൻ്റെ മുടി പിടിച്ച് പെട്ടെന്ന് കയറ്റി അവിടെ ഇരുത്തിച്ച് അവൻ കയറി നോക്കുമ്പോൾ അവൻ്റെ സൗണ്ടൊന്നുമില്ല, അവനക്ക് ഹോ ഹോ എന്നുള്ള സൗണ്ട് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ നീന്താൻ ഉദ്ദേശിച്ച് വന്നല്ലേനു, ഒന്ന് കുളിച്ച് കയറാമെന്ന് വിചാരിച്ച് വന്നേനു. ഒന്നാമത് ടൈം നേരം വൈകിയിട്ടുണ്ടായിരുന്നു. പിന്നെ പള്ളിയിൽ ഉസ്താദ് മാത്രമേ ഉള്ളത്. പിന്നെ അങ്ങനൊരു ടൈമിന് ഞങ്ങളെല്ലാവരും പോകാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ ഒരാളും കൂടി വന്നപ്പോൾ ഞങ്ങൾ ധൈര്യത്തിൽ ഇറങ്ങിയതാണ്. അപ്പോൾ ഇവന് 3ാമത്തെ സ്റ്റെപ്പിലെത്തിയപ്പോൾ, വെള്ളമുള്ള 3ാമത്തെ സ്റ്റെപ്പിലെത്തിയപ്പോൾ ബാക്കോട്ടൊന്ന് വികാൻ പോയി. അപ്പോൾ കൈ നീട്ടിയപ്പോൾ ആ ഒരു വെപ്രാളത്തിൽ ഞാൻ കൈ കൊടുത്തു. അപ്പോൾ ആ വെപ്രാളത്തിൽ എന്നെ പിടിച്ച് നമ്മൾ 2 ആളും കൂടി വെള്ളത്തിൽ വീണ്. 2 ആൾക്കും നീന്താൻ അറിയില്ലേനു. പിന്നെ കുറേ ഞാൻ നടുവിലേക്ക് എത്തി, ഇവനൊരു സൈഡിൽ അരിക്കിൽ നടുവിലേനു. അരുൺ അമർനാഥ് നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. അരുൺ, ആ കുട്ടികളുടെ അശ്രദ്ധ ഒന്നുകൊണ്ട് മാത്രമാണ് പോട്ടെ സംഭവിച്ചു. പക്ഷേ ആ കുട്ടികൾ അനുഭവിച്ച അത്രയും, ആ മുങ്ങിത്താഴ്ന്ന സമയത്ത് അവരനുഭവിച്ച അത്രയും ഭീകരമായ ഒരു അവസ്ഥയിലൂടെ ആ ഉസ്താദും കടന്നുപോയിട്ടുണ്ട്. പല ഉദാഹരണങ്ങളും അദ്ദേഹം പറയുന്നുണ്ട് സ്വന്തം ജീവിതത്തിൽ സംഭവിച്ചത്. അദ്ദേഹം കണ്ടില്ലായിരുന്നെങ്കിലോ 2 ജീവനാണ്, വലിയ അപകടമായിരിക്കില്ലേ അവിടെ സംഭവിക്കുക? പൂജ, പ്രത്യേകിച്ചും മഴക്കാലമാണ്. നമ്മൾ പല വാർത്തകളും കേൾക്കുന്നു. ഇന്നലെ തന്നെ ഒരു മുങ്ങിമരണം ഞാൻ റിപ്പോർട്ട് ചെയ്തേ ഉള്ളൂ. അത്തരത്തിൽ മുങ്ങിമരണങ്ങളൊക്കെ, അപകടങ്ങളൊക്കെ പതിവാകുന്ന ഒരു സാഹചര്യമാണ്. അത്തരത്തിലൊരു കഥയായേക്കാവുന്ന ഒരു സംഭവം തന്നെയായിരുന്നു ഇത്. അവിടെയാണ് ഈ ഉസ്താദിൻ്റേത് തന്നെ നമുക്ക് പറയാനൊരു പോസിറ്റീവ് സ്റ്റോറി ഈ ഉസ്താദ് തന്നു. ഉസ്താദിൻ്റെ സംയോജിതമായ ആ ഒരു ഇടപെടൽ എന്ന് പറയുന്നത്, ഈ 2 കുട്ടികൾ ഈ പള്ളിക്കുളത്തിൻ്റെ അരികിലായി വന്നതായിരുന്നു. ആ സമയത്ത് ഇവർ 3 പേരുള്ളത് കൊണ്ട് ഈ കുട്ടികൾ നീന്തൽ വശമില്ലായിരുന്നു. അപ്പോൾ ഈ കരയ്ക്ക് നിന്ന് കാല് നനച്ച് പോകാമെന്ന് കരുതിയാണ്. അപ്പോൾ പെട്ടെന്ന് 2 പേര്, ആദ്യം ഒരാൾ വീണു, 2ാമത്തെ ആളും രക്ഷിക്കാൻ വേണ്ടി കൈ കൊടുത്തപ്പോൾ 2 പേരും കൂടെ മുങ്ങിപ്പോവുകയാണ്. കരയ്ക്ക് നിന്ന് ഒരു കുട്ടി ബഹളം വയ്ക്കുന്നുണ്ട്, പക്ഷെ ആരും ആ സമയത്ത് ഉണ്ടായില്ല. ഈ ഉസ്താദ് വാങ്ക് കൊടുക്കാൻ വേണ്ടി പോവുമായിരുന്നു. അപ്പോഴാണ് ഈ കുട്ടികൾ ഇങ്ങനെ മുങ്ങിത്താഴ്ന്നത്. ഇതിൻ്റെ പള്ളിക്ക് ഉള്ളിലൂടെ നിന്ന് കുളത്തിലുള്ള ആ ഒരു ദൃശ്യം കണ്ടത്. ഓടി വന്നു, ആദ്യം ഒരു കുട്ടിയെ കരക്കെത്തിച്ചു, 2ാമത്തെ കുട്ടിയെ വീണ്ടും എത്തിച്ചതിന് ശേഷം വീണ്ടും കരക്കെത്തിച്ചു. അങ്ങനെയാണ് ഉസ്താദിൻ്റെ ഒരു അവസരോചിതമായ ഇടപെടൽ എന്തായാലും വലിയ ഒരു സന്ദേശം കൂടെ നൽകുന്നുണ്ട്. അപ്പുറത്തെ മനക്കരുത്തുണ്ട്, എല്ലാം ഒരു ആത്മവിശ്വാസമുണ്ട്. ഉസ്താദിന് ഒരു 100 മാർക്കാണ്. വലിയ രീതിയിലുള്ള ആദരങ്ങളൊക്കെ ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷനും നാട്ടുകാരും പള്ളി കമ്മിറ്റിയും ഒക്കെ നൽകിയിട്ടുമുണ്ട്. അപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള സമയത്ത് അദ്ദേഹം ഇടപെട്ടത് കൊണ്ടാണ് എന്തായാലും ആ സംഭവമൊക്കെ അവിടെ കഴിഞ്ഞു. പോട്ടെ, ഈ കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരോടുമാണ്, മഴ സമയമാണ്, മഴ സമയത്ത് മാത്രമല്ല ഇങ്ങനെ അശ്രദ്ധയൊക്കെ ഉണ്ടാകരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും, സാഹസത്തിലൊന്നും പോയി ചാടരുത്.